പശ്ചിമേഷ്യൻ മണ്ണിൽ അശാന്തിയുടെ വിത്തുകൾ പുകയുമ്പോൾ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് സമാന്തരമായി മറ്റൊരു വലിയ യുദ്ധം കൂടി നടക്കുന്നുണ്ട്. അത് തെറ്റായ വിവരങ്ങളുടെയും വ്യാജ പ്രചാരണങ്ങളുടെയും വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിവരയുദ്ധമാണ്. പശ്ചിമേഷ്യയിലെ സങ്കീർണമായ സംഘർഷ അന്തരീക്ഷത്തിൽ തങ്ങളെ അനാവശ്യമായി വലിച്ചിഴയ്ക്കാനുള്ള വിദേശ മാധ്യമങ്ങളുടെയും ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെയും നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങൾ പ്രതികരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തിയോ സമുദ്രമേഖലയോ കരഭൂമിയോ അയൽ രാജ്യങ്ങൾക്കെതിരെ സൈനിക നടപടികൾക്കായി വിട്ടു നൽകിയിട്ടില്ലെന്നത് ഖത്തറും കുവൈറ്റും തുറന്നടിക്കുമ്പോൾ മേഖലയിലെ സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കാൻ സജീവമായ നയതന്ത്ര വഴികൾ തേടുകയാണ് ഒമാൻ. ഇറാനെതിരായ സൈനിക നടപടികളിൽ കുവൈറ്റും ബഹ്റൈനും പങ്കാളികളായി എന്ന തരത്തിൽ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ട് കുവൈറ്റ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ തീർത്തും വാസ്തവ വിരുദ്ധമാണെന്നും അതുടനടി തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്കയിലെ കുവൈറ്റ് സ്ഥാനപതി ഷെയ്ഖ് അൽ സെയ്ൻ അൽ സബ മാധ്യമത്തിന്റെ പത്രാധിപ സമിതിക്ക് ഔദ്യോഗിക കത്തയച്ചു. കുവൈറ്റിന്റെ മണ്ണോ വ്യോമപാതയോ സമുദ്രമേഖലയോ അന്യരാജ്യങ്ങൾക്കെതിരെയുള്ള ഒരുവിധ സൈനിക നീക്കങ്ങൾക്കുമായി വിട്ടുകൊടുത്തിട്ടില്ലെന്നതാണ് ഭരണം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കുന്നതിനോടൊപ്പം അയൽ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു തീരുമാനവും കൈക്കൊള്ളില്ലെന്ന കുവൈറ്റിന്റെ പ്രഖ്യാപനം നിലവിലെ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറെ നിർണായകമാണ്. സൈനികപരമായ നുണപ്രചാരണങ്ങൾക്ക് പുറമെ രാജ്യത്തിനകത്ത് വലിയ ഭീതി വിതയ്ക്കാൻ പോകുന്ന രീതിയിലുള്ള ആഭ്യന്തര വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. കുവൈറ്റ് എയർവേസിന്റെ വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നും രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന ഭീകരവാദ സംഘടനകളെ സുരക്ഷാസേന പിടികൂടിയെന്നുമുള്ള പ്രചാരണങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പൂർണ്ണമായും നിഷേധിച്ചു. ജനങ്ങളിൽ പരിഭ്രാന്തി പരത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം കിംവദന്തികൾ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിച്ച അധികൃതർ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നല്ലാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം കുവൈറ്റ് ഇറാഖ് അതിർത്തികൾ തുറന്നു കൊടുക്കുകയും കുവൈറ്റ് എയർവേസ് സർവീസുകൾ സാധാരണ നിലയിൽ തുടരുകയും ചെയ്യുന്നത് രാജ്യത്തെ നിലവിലെ സ്ഥിരതയ്ക്ക് തെളിവാണ്. കുവൈറ്റിനെ പോലെ തന്നെ ഇസ്രയേലി മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഖത്തറും. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ പങ്കാളികളാകാൻ ഖത്തർ സമ്മതിച്ചെന്ന രീതിയിൽ വന്ന വാർത്തകൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നിർമ്മിത നുണകളാണെന്നത് ഖത്തർ ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് വ്യക്തമാക്കി. മധ്യപൂർവേഷ്യയിൽ ദോഹ വഹിക്കുന്ന സമാധാനപരമായ നയതന്ത്ര മധ്യസ്ഥത തകർക്കാനും മേഖലയെ കൂടുതൽ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനും ആഗ്രഹിക്കുന്ന ചില നിക്ഷിപ്ത താൽപര്യക്കാരാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സംഘർഷങ്ങളുടെ തുടക്കം മുതൽ കേവലം ഒരു നിഷ്പക്ഷ നിരീക്ഷകനായി നിൽക്കാതെ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷികളെ ചർച്ചയുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ഖത്തർ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെയും അതിർത്തികളെയും ബഹുമാനിക്കുന്ന പരമ്പരാഗത നയതന്ത്രമാണ് തങ്ങളുടേതെന്ന് ഖത്തറി ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾക്കൊന്നും തന്നെ മേഖലയിൽ സമഗ്രവും സുസ്ഥിരവുമായ സമാധാനം സ്ഥാപിക്കുന്നതിനായി ഖത്തർ നടത്തുന്ന സജീവമായ ഇടപെടലുകളെ തടയാനാവില്ലെന്ന് ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പ്രസ്താവനയിലൂടെ അടിവരയിട്ട് പറഞ്ഞു. മേഖലയിലെ സംഘർഷം മൂർച്ഛിക്കുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വ്യോമാക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ആഗോളതലത്തിൽ ഭീതി പരത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ ഒമാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ആകെ എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ചർച്ച ചെയ്യുന്നതിനായി ഒമാന്റെ ഉന്നതതല നയതന്ത്ര പ്രതിനിധി സംഘം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയിരുന്നു. കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനും വാണിജ്യ ഗതാഗതത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുമായി ഒരു സ്ഥിര സംവിധാനം രൂപീകരിക്കുകയാണ് ഈ ചർച്ചകളുടെ പ്രാഥമിക ലക്ഷ്യം. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ഫോൺ മാർഗം ദീർഘനേരം ആശയവിനിമയം നടത്തുകയുണ്ടായി. തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാതെ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കപ്പെടണം എന്ന ഒമാന്റെ നിലപാട് പശ്ചിമേഷ്യയ്ക്ക് വലിയൊരളവിൽ ആശ്വാസം നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിൽ ഹോർമൂസ് കടലിടുക്കിന്റെ പങ്ക് വലുതായതിനാൽ ഒമാന്റെ ഈ നീക്കത്തെ ആഗോള സമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആധുനിക കാലത്തെ സംഘർഷങ്ങളിൽ ആയുധങ്ങളെക്കാൾ വേഗത്തിലാണ് തെറ്റായ വിവരങ്ങളും കിംവദന്തികളും പടരുന്നത്. മനഃശാസ്ത്രപരമായ യുദ്ധമുറയുടെ ഭാഗമായി ചില മാധ്യമങ്ങളും നിക്ഷിപ്ത താൽപര്യക്കാരും ഇത്തരം വ്യാജ വാർത്തകളെ ഒരായുധമായി ഉപയോഗിക്കുന്നു. ഒരു രാജ്യത്തെ ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കാനും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ അനാവശ്യമായ വിള്ളലുകൾ ഉണ്ടാക്കാനും ഇത്തരം വ്യാജ വാർത്തകൾക്ക് സാധിക്കും. ഇത് മനസ്സിലാക്കിയാണ് കുവൈറ്റ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ വ്യാജ വാർത്തകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുരക്ഷാ ഏജൻസികളും ആഭ്യന്തര മന്ത്രാലയങ്ങളും വാസ്തവ വിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയയിലോ ഔദ്യോഗികമല്ലാത്ത പോർട്ടലുകളിലോ കാണുന്ന വാർത്തകൾ കണ്ണുമടച്ച് വിശ്വസിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യരുത് എന്ന സന്ദേശമാണ് എല്ലാ ഗൾഫ് ഭരണകൂടങ്ങളും നൽകുന്നത്. സ്ഥിരീകരിക്കാത്ത വാർത്തകൾ സൃഷ്ടിക്കുന്ന ആഭ്യന്തര അരക്ഷിതാവസ്ഥ യഥാർത്ഥ യുദ്ധത്തേക്കാൾ അപകടകരമാണെന്ന ബോധ്യം ഇന്ന് ഭരണാധികാരികൾക്കുണ്ട്. പശ്ചിമേഷ്യയിലെ ഇന്നത്തെ അവസ്ഥ അതിസങ്കീർണമാണ്. ഒരു വശത്ത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് വ്യാജ വാർത്തകളുടെ വലിയൊരു വേലിയേറ്റം തടഞ്ഞു നിർത്താൻ രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നു.
കുവൈറ്റും ഖത്തറും തങ്ങളുടെ പരമാധികാരവും നയതന്ത്ര നിലപാടുകളും ഉയർത്തിപ്പിടിച്ച് നുണപ്രചരണങ്ങളെ അതിജീവിക്കുമ്പോൾ ഒമാൻ ശാന്തിയുടെ ഏറ്റവും പുതിയ വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ എത്രത്തോളം വിജയം കാണുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യൻ മേഖലയുടെ ഭാവി സമാധാനവും ആഗോള വിപണിയുടെ സ്ഥിരതയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.